എന്താ ശശി, ഈ കൊല്ലം അങ്ങനെ പേര് മാറ്റി കിട്ടുമോ? ഓ മടുത്തൂന്നേ, ഈ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങി വയ്യാണ്ടായി. നിനക്ക് വല്ല പ്രാന്തന്റെ ശശി. ഈ ശശി എന്നുള്ള പേര് എന്താ കുഴപ്പം? നിന്റെ മുഖത്തിന് ചേർന്ന് പേരിലിടാൻ പറ്റുള്ളൂ. പേര് മാറ്റണം. ഈ മിമിക്രിക്കാരും സിനിമാക്കാരും ചേർന്ന് നമ്മുടെ പേരെ ഒരു കോമാളിയാക്കി ശശി ശശി എന്ന് പറഞ്ഞുണ്ട്. അതുകൊണ്ടേ മനുഷ്യർ പുറത്തിറങ്ങി നടക്കാൻ മേല. എടാ എന്റെ മോൻ കള്ളനായിട്ട് അഭിനയിക്കണല്ലേ ഉള്ളൂ, നിന്റെ പോലെ മുതലാളിനെ വെട്ടിക്കണല്ലേടാ കള്ള. ഈ ഡ്രൈവർമാരോടൊക്കെ ചൂടാവേണ്ട വല്ല കാര്യമുണ്ട്? എടാ എന്റെ മോൻ മാത്രമല്ലല്ലോ, ഇവിടെ സത്യനും നസീറും മമ്മൂട്ടി മോഹൻലാലും ജയം വരെ കള്ളനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? അവരൊക്കെ വേറെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, കള്ളൻ വേഷം മാത്രമല്ല. ചേടാ കുതിരക്ക് പണി കിട്ടി. കണ്ട, കുതിരക്ക് വരെ പണി കിട്ടി. അവനോട് വല്ല പണിക്കും പോകാൻ പറ സുരേ. ഒക്കെ ശരിയാവുന്ന അവൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അതെ, 10 കൊല്ലമല്ലേ ആയിട്ടുള്ളൂ. ഇടാ അവന് നല്ലൊരു വേഷം കിട്ടണ്ടേ? അവന്റെ രൂപത്തിന് പറ്റിയ വേഷമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പണി എടുക്കണ കാശ് മുഴുവൻ ഇയാള് ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് കളയല്ലേ അവനെ വെളുപ്പിക്കാനായിട്ട്. അവനെ വെളുപ്പിക്കണമെങ്കിലേ തൊലി പൊളിച്ച് കളയേണ്ടി വരും. നിന്റെ തള്ളയ്ക്കാൻ വിളിക്കാത്തതേ നിനക്ക് തന്തയില്ലാത്തോണ്ടാ കേട്ടോടാ. എനിക്ക് ആ കിച്ച് അഭിനയിച്ചതില്ലേ, അമ്മ മമ്മൂട്ടിയോട് അഭിനയിച്ചില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിനോ മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിച്ചിട്ടില്ലല്ലോ. ഇല്ലെന്ന് ഞാനല്ലേ കണ്ടത്. ഏത് പടം? നീ ബെറ്റിനുണ്ടാ? എത്ര രൂപയ്ക്ക്? 1 ലക്ഷം രൂപ. അടക്കണ കാര്യം പറയടാ. 100 രൂപ. ആ എന്താ കേട്ട്? ആ ബെറ്റ്. അത് ശരി, മോന്റെ പടം ഏതാണ് അച്ഛനറിയില്ലേ? അതെങ്ങനെയാ? ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹത്തിലല്ലേ, കണ്ടാ മിണ്ടൂല. നീ കണ്ടോ ഞങ്ങൾ മിണ്ടായിരിക്കണത്? ഇല്ല. പിന്നെ മിണ്ടനെ കണ്ടിട്ടില്ല. ഇതിങ്ങനെയല്ല കളിക്കാൻ. ഓട് വന്നല്ലോ, വേഗം വാ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ലോഡും വന്നു. ഞാൻ കോപ്പു. നീ വരുന്നില്ലേ? ഞാനങ്ങനെ ലോഡെടുക്കാൻ വന്നേ പിന്നെ ഈ ചെസ്പോടെ കാലിട്ടോക്കും പാമ്പും കൊണ്ട് കടുപ്പുണ്ടാ. നിന്നെ പോലുള്ളവരാണടാ തൊഴിലാളി വർഗത്തിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. ഓ സഖാവ് ഉണർന്നല്ല. എടാ നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. അല്ല, ഈ ലോകം എന്ന് പറയുമ്പോ ഈ പാകിസ്ഥാനൊക്കെ പെടില്ലേ? അങ്ങനെ ഞാൻ പണിയെടുത്തിട്ട് ഇപ്പൊ പാകിസ്ഥാൻ നന്നാവണ്ട. ഭാരത് മാതാ കീ ജയ്. എന്റെ ദൈവമേ, ഇനി ഇതാര് പെറുക്കി വെക്കാനാണ്? ഇവിടെ നിനക്കിവിടെ ആരെങ്കിലും പരിചയമുണ്ടോ? നീ വാന്നേ. എങ്ങോട്ടാ? അരുൺകുമാർ സാറിനൊന്നും കാണാൻ വേണ്ടിയായിരുന്നു. പറ്റില്ല. അല്ല ഞാൻ കണ്ടിട്ട് പോരാന്നേ. ഓടാ, ഇതെന്താ നമ്മളെ സിനിമയിലൊക്കെ ഉള്ളത് തന്നെയാണ്. ഞാൻ നിൽക്കുന്നവരും സിനിമയിലൊക്കെ അഭിനയിക്കുന്നവർ അങ്ങോട്ട് മാറിക്കടാ. ഹലോ സ്ഥിരങ്ങളാ, ഇങ്ങോട്ട് പോരെ. സ്ഥിരം വഴിപോക്കനും സ്ഥിരം കുണ്ടാക്കി ഇവിടെ ഉണ്ടായിരുന്നോ? നീ വഴിപോക്കനാന്ന് പറഞ്ഞ് കളിയാക്കൊന്നും വേണ്ട. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും നല്ല വഴിപോക്കനുള്ള അവാർഡ് വാങ്ങിച്ചാണ് ഞാൻ. സംശയം ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ എടുത്ത് നോക്ക്, അതിനകത്ത് കാണാം. നിങ്ങൾ അരുൺ സാറിനെ കണ്ടായിരുന്നോ? എവിടാ അവന്മാര് കയറ്റിവിട്ടിട്ടുണ്ടേ, കണ്ടിട്ട് തന്നെ പേടിയായാണ്. ചേട്ടായി, നിങ്ങളിങ്ങനെ അരിശം കയറിക്കണേന് ഒരു ദിവസം എത്ര കിട്ടും? വർക്ക് വല്ലതും ഉണ്ടോ? വർക്ക് ഉണ്ടോന്നോ? ഫുൾ ടൈം ബിസിയാ. ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് ഓട്ടാന്നേ. അതെ അതെ, മരണ ഓട്ട. ഒരു ലൊക്കേഷനിൽ ചെല്ലും, ചാൻസ് ഇല്ലാന്ന് പറയും, അടുത്ത ലൊക്കേഷനിലേക്ക് ഓടും, ഓട്ടം തന്നെ ഓട്ടം. ഈ സ്ഥിരം കോൺസ്റ്റബിൾ ഇല്ലാത്ത ലൊക്കേഷനിലല്ലോ. നീ ആരോടെ നോണ പറയണേ? എടാ ചെക്ക, 10-30 വർഷമായി ഞാൻ ഈ കാക്കി വേഷോട്ട് അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ശരിക്കും പോലീസാർന്ന് ഇപ്പൊ റിട്ടയർ ആവേണ്ട സമയമായി. ടൈപ്പ് കാസ്റ്റ് ആവരുത് കേട്ടോ, പിന്നെ പണിയാവും. ഞാനേ ഗുണ്ടാവേഷമൊക്കെ നിർത്തനാണ്. എനിക്ക് തമിഴിലൊരു വേഷം കിട്ടിയിട്ടുണ്ട്, ജില്ലാ കളക്ടറായിട്ട്. അരവിന്ദ സ്വാമിക്ക് ചോദിച്ച വേഷമാണ്. എന്നെ വലിയ തൊള്ളിസ്റ്റോ? ഇല്ല, സത്യമാണ്. ഇവനൊക്കെ ഏത് മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കണ ഇവനൊക്കെ ആരെവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കണം കാണിച്ചു കൊടുക്കാൻ. ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് കളി ജെയിംസ് ബോണ്ടൊന്നും ഇങ്ങനെ വിളക്കാനിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില് ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിന് ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചെന്ന് ചോദിക്കടാ. ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലിയൊക്കെ ഉള്ളപ്പോഴല്ലേ ചോദിക്കണത്. ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്കും തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവില്ല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തൊരിക്കും ചിലപ്പോ നമ്മളിവിടെ വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാൽ കിട്ടും. ഞാനല്ലേ പറയണത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ. സർ. ഓക്കെ സർ. ജെസി, I need divorce. ജെസി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത്, ഐ നീഡ് ഡിവോഴ്സ്. For God's sake, she's my friend.
ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്, ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിത്തിങ്. സാർ ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം തന്നെ പൊരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ. വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം. ഒരാൾ ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? Get out! ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്താ കേറണില്ലേ? ഇപ്പൊ വരാം. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റാ. തമാശരിക്കുള്ളൂ. ഏയ്, അതിനുള്ള വിവരമൊന്നും ഇല്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നകുത്തിയന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുള്ള നീ. നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര് അവനിക്കാറുകൂടാ. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുത്. എന്ത് കഴിക്കാനായാലും എന്തായാലും മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്. അയ്യോ, ഞാൻ നിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ മാട്ടാക്കി നോക്കി. കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെയാ ക്യാൻഡി ക്രഷ് കളിക്കാൻ വിളിക്കണേ. ഓടാ. ഇയാളെ മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ?